ചീര അവിയലിന് വേണ്ടി ഞാൻ ചീര പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടത് വാഷ് ചെയ്ത് അതിൻ്റെ വേരൊക്കെ മണ്ണൊക്കെ വാഷ് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി മുറ്റിപ്പോയ ചീരയാണ്, അതുകൊണ്ട് അതിൻ്റെ വേർഭാഗം താഴ്ഭാഗം ഞാനത് മുറിച്ച് കളയും. എന്ന് വെച്ചാൽ മുറ്റിപ്പോയാൽ പിന്നെ അത് കഴിക്കാൻ നല്ല സുഖമില്ല. മാത്രമല്ല അത് കട്ടിയില്ല. ഇത് പിഞ്ച് ചീര തന്നെ മുറ്റിപ്പോയി പറിച്ച് നടാത്തതുകൊണ്ട് മുറ്റിപ്പോയ ചീരയാണ്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് താഴ്ഭാഗമൊക്കെ മാറ്റി കട്ട് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ മുകൾ ഭാഗം മാത്രം നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നല്ല പൊക്കമുള്ള പാത്രത്തിൽ, നമുക്ക് നീണ്ട പാത്രം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെള്ളം നിറച്ച് നന്നായിട്ട് കഴുകുക. ഒരു 3 to 4 times അത് വെള്ളം മാറ്റി കളഞ്ഞിട്ട് വാഷ് ചെയ്തെടുക്കണം. പൊടിയോ വലിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മാറ്റിയിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അത് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇതിൽ പൊടിയും വലയൊന്നും ഇല്ല കേട്ടോ, നല്ല ഫ്രഷ്, മഴയൊക്കെ പെയ്ത് പിന്നെ ഒന്നുമില്ല, നമുക്കറിയാം. നമുക്ക് ചീര അരിഞ്ഞെടുക്കാം. നമുക്ക് ചീര അവിയലുണ്ടാക്കാം ഇന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീര പറിച്ചിട്ടുണ്ട് രാവിലെ. അപ്പം നമുക്ക് ചീര അവിയൽ കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല, ചീര നന്നായിട്ട് വേവും. ഇത് കുറച്ച് മുറ്റിപ്പോയി ചീര, നമുക്ക് മുറ്റിയ തണ്ടൊക്കെ അങ്ങ് മാറ്റിക്കളയാം. ഇതൊക്കെ ഇത് കുഴപ്പമില്ല, 4 മുറ്റിയത് വേണ്ട, അത് മാറ്റിക്കളയാം. മുറ്റിയ തണ്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി കളയുക. എന്നിട്ട് നമ്മൾ ഒരുമിച്ചിങ്ങനെ ചീര അരിഞ്ഞെടുക്കണം. ചീര അവിയൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയല്ല, അത് കുറച്ച് നല്ല ടേസ്റ്റാണ്. തോരൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും, എന്നാലും അവിയൽ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. അവിയലാകുമ്പോൾ അതിനൊരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്, കുറച്ചൊരു വെള്ളം മയത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ആ ചീര അവിയൽ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ എല്ലാ ചീരയും ഇങ്ങനെ അരിഞ്ഞെടുക്കും. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും വയ്ക്കാം, അല്ലെങ്കിൽ സാധാരണ പാത്രത്തിലോ പാനിലോ ചീനച്ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് വേവും, അതുകൊണ്ട് കുഴപ്പമില്ല. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ അടച്ച് വെച്ചാൽ മതി. ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് അത്തണ്ടൊക്കെ അങ്ങ് നന്നായിട്ട് വേവും. അപ്പോൾ എല്ലാ ചീരയും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ചീര എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് കൂടെ പുളിക്ക് വേണ്ടി ഇടാനായിട്ട് മാങ്ങയാണ് നല്ലത്. മാങ്ങയില്ലാത്തവർക്ക് പുളി ഉപയോഗിക്കാം, പക്ഷേ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയും നമുക്ക് നീളത്തിലരിഞ്ഞ് കുറച്ച് മാങ്ങ ഇടാം. അപ്പോൾ ഈ മാങ്ങയും കൂടെ അരിയണം. നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും ചീരയ്ക്ക് ഏകദേശം ഇത്രയും മാങ്ങ വേണം. ഇത്രയും പുളി ആവശ്യമുള്ളവർക്ക്, പുളി അത്ര ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മാങ്ങ, ഇത്രയും മാങ്ങ വേണമെങ്കിൽ ഇട്ടാലും മതി. ഇച്ചിരി പുളി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും മാങ്ങ ഇടുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതിന് വേണ്ട കൂട്ടിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും തേങ്ങ കുറച്ച് ഇഷ്ടമുള്ളവർ കുറച്ച് കുറയ്ക്കാം. പിന്നെ മുളക്, പിന്നെ ജീരകം നിങ്ങൾക്ക് ഹോൾ ജീരകമാണെങ്കിൽ അത് ഞാൻ പൊടിച്ച് വെച്ചത് കൊണ്ട് അത് സൗകര്യം, മിക്സിയിൽ എളുപ്പം അരയാൻ വേണ്ടി ഞാൻ പൊടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അരയേണ്ട, ഒരു അവിയൽ പരുവത്തിന് അരച്ചെടുക്കാം. നമ്മൾക്ക് ഇത് മിക്സിയിൽ അരച്ചെടുക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട്, മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിന് കേട്ടോ. ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. ഉള്ളിയും എല്ലാം അരഞ്ഞിട്ടുണ്ട്. നമുക്ക്
നമുക്കിനി ഇത് ഒരുമിച്ച് ചീരയോട് ചേർത്ത് തന്നെ നമുക്ക് അപ്പം നമുക്കിത് ഇത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം. ഓക്കെ, ആദ്യം നമുക്കിത് എല്ലാം ഒരു പാത്രത്തിലോട്ടാക്കാം. വേണമെങ്കിൽ ആദ്യം നമുക്ക് ചീര മഞ്ഞളും മുളകും ഇട്ടൊന്ന് വേവിക്കാം. പിന്നീട് വെന്തതിന് ശേഷം കൂട്ട് ചേർത്താലും മതി. അടച്ചു വെച്ച് വേവിക്കും കേട്ടോ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. കൂട്ടി ചേർത്ത് നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം വേണം, ഇതിന് കുറച്ച് വേവാനായിട്ട് വെള്ളം വേണം. കുറച്ച് വെള്ളം മിക്സി കഴുകി വെള്ളം എടുത്തിട്ടുണ്ട്, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് വറ്റിച്ചത് എടുക്കാം. ഉപ്പ് പിന്നെ ഒഴിച്ചാലും മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് കൈയിട്ട് ഇളക്കി എല്ലായിടത്തും കൂട്ടാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കും. നമുക്ക് പിന്നെ ഒന്ന് വെന്തിട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കാം. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് വേവിക്കാം. ഇത് അടച്ചു വയ്ക്കാം. നമുക്ക് അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം. നമുക്ക് മാക്സിമത്തിൽ വെച്ച് ചെയ്യാം. അപ്പോൾ അത് വേവട്ടെ. നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. മീഡിയത്തിൽ വെച്ചാൽ മതി ഗ്യാസ് കത്തി. അപ്പോൾ അത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഒരു മീഡിയത്തിൽ നമ്മൾ മീഡിയത്തിൻ്റെ ഹൈയുടെ ഇടയിൽ വയ്ക്കാം. നമുക്ക് അപ്പോൾ അത് വേവട്ടെ. വെന്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ആവി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്നത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കട്ടെ. വേവുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേവുന്നേ ഉള്ളൂ. ആ മാങ്ങയൊക്കെ ഒന്ന് വേഗണം നന്നായിട്ട് പടിയിൽ തന്നെ കിടന്നോട്ടെ. ചൂട് എളുപ്പം തട്ടി ഇളക്കി കൊടുക്കാം. മുറ്റിയ തണ്ടുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയണേ, വേഗം താമസമായിരിക്കും. ലേശം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാമേ.
അത്യാവശ്യം വെള്ളമാകും. അതിനി വറ്റണമല്ലോ. വറ്റുമ്പോഴത്തേക്ക് കറക്റ്റ് ആകും. അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഇടാം. വേവട്ടെ. വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം. നല്ല ഈ പരുവമായിരിക്കണേ. ഈ വെള്ളമൊക്കെ ആകാം. നമുക്ക് കുറച്ചുകൂടെ വറ്റും. ഇനി നമുക്ക് മാങ്ങ വേകണമല്ലോ, അപ്പോൾ കറക്റ്റ് പരുവമായിരിക്കും. മുറ്റിയ ഇത് വേകുന്നില്ല, അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റുന്നു. വേവട്ടെ. കുറച്ചുകൂടെ വേവാനുണ്ട്. നന്നായിട്ട് വേവട്ടെ. മാങ്ങയൊക്കെ നന്നായിട്ട് വേവണം. പിന്നെ നമുക്ക് നോക്കാം ഏതായെന്ന്. മാങ്ങയൊക്കെ വെന്തോന്ന് നോക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. മാങ്ങ വെന്തു നോക്കട്ടെ. അതിൻ്റെ തൊലി ഉണ്ടെങ്കിൽ തൊലി വേവണം. ഒരു ലേശം കൂടെ വേവാനുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടെ ഇട്ടേക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഈ സമയത്ത് എല്ലാം ഉണ്ട്. ഉപ്പൊക്കെ ഉണ്ട്, പുളിയൊക്കെ ഉണ്ട്. ആവശ്യത്തിനേ ഉള്ളൂ പുളി. ഒരുപാട് കൂടുതലും ഇല്ല, കുറവുമില്ല. മാങ്ങയ്ക്ക് പുളിയുള്ള മാങ്ങയാണ്. കുറച്ചുകൂടെ പുളി ഇറങ്ങുമായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ തണ്ടൊക്കെ വെന്തോ നോക്കട്ടെ. എല്ലാം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമാകുമ്പോൾ എടുക്കാം. നമുക്കെല്ലാം വെന്തിട്ടുണ്ട്. എന്നാലും ഇരിക്കട്ടെ, കുറച്ചൊരു 5 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ മീഡിയത്തിലോട്ടൊന്ന് ആക്കി വെക്കണേ. മീഡിയത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് മീഡിയം ഹൈയിലായിരുന്നു, ഇപ്പം മീഡിയത്തിലാക്കി വെച്ചിട്ടുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഏകദേശം ആയിട്ടുണ്ട്. ഞാനത് ലോയിൽ വെച്ചു. മീഡിയത്തിൽ നിന്നും ലോയിൽ വെച്ചിട്ടുണ്ട്. എല്ലാം മാങ്ങയൊക്കെ വെന്തു. അതിൻ്റെ തണ്ടൊക്കെ വേവാനുള്ളതൊക്കെ വെന്തു. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ ചീര അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഊണ് കഴിക്കുമ്പോൾ കാണാം. എല്ലാം റെഡിയായി. ഉപ്പും പുളിയും എല്ലാം ആവശ്യത്തിനുണ്ട്. നമുക്കിത് ചോറിനോടെ കഴിക്കാം. അപ്പോൾ ശരി.